അറിവിന്റെ പൊന്നോണം ഇത്തവണ CC+നൊപ്പം ഏറ്റവും മികച്ച ഓഫറുകളുമായി CC+ വരുന്നു. ബാച്ച് സ്റ്റാർട്ടിംഗ് ഓൺ സെപ്റ്റംബർ 18. ഓഫറുകൾ അറിയുവാൻ വിളിക്കൂ 9496949929. ഹായ്, അപ്പൊ CC+ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? ജോഗ്രഫി ആണ് അല്ലെ. അപ്പൊ നമ്മുടെ 8ാം ക്ലാസ്സിലെ ജോഗ്രഫി ചാപ്റ്റർ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 8ാം ക്ലാസ്സിലെ 10ാമത്തെ ചാപ്റ്റർ ആണ്. ഏത് ചാപ്റ്റർ ആണ്? ഭൂമിയുടെ പുതപ്പ് അല്ലെ, ബ്ലാങ്കറ്റ് ഓഫ് ദ എർത്ത്. അപ്പോൾ ആ ഒരു ചാപ്റ്റർ ആണ്. ചാപ്റ്ററിലെ കുറച്ച് പോർഷൻ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് എന്താണ് അതിൽ പറയുന്നത് നോക്കാം. ബ്ലാങ്കറ്റ് ഓഫ് ദ എർത്ത്. എന്താണ് ബ്ലാങ്കറ്റ് ഓഫ് ദ എർത്ത് എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, നമ്മുടെ ഭൂമിയിലെ ഒരു പുതപ്പുണ്ട് അല്ലെ. നമുക്ക് ഒരു ഭൂമിയെ നമ്മൾ ഒരു കവർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പുതപ്പുണ്ട്. ഏതാണത്? അത് നമ്മുടെ അന്തരീക്ഷമാണ് അല്ലെ. എന്തൊക്കെയുണ്ട് അന്തരീക്ഷത്തില് നോക്കാം. അപ്പോ അറ്റ്മോസ്ഫിയറിക് കോമ്പോസിഷൻ എന്ന് വെച്ചാൽ അന്തരീക്ഷ സംരചന. എങ്ങനെയാണ് അന്തരീക്ഷത്തിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്? അന്തരീക്ഷത്തില് നമുക്കറിയാം, അപ്പൊ ഭൂമിക്ക് ചുറ്റും ഒരു പുതപ്പ് പോലെ നിലകൊള്ളുന്ന നമ്മുടെ അന്തരീക്ഷത്തിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്? വാതകങ്ങളുണ്ട്, പിന്നെ എന്തുണ്ട്? ജലാംശമുണ്ട് അല്ലെ. പിന്നെ എന്താണ്? പൊടിപടലങ്ങളുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് അന്തരീക്ഷത്തിലുള്ളത്? വാതകങ്ങൾ, ജലാംശം, അതുപോലെ എന്താണ്? പൊടിപടലങ്ങൾ. അപ്പൊ ഗ്യാസസ്, moisture and dust particles are the major constituent of our atmosphere. അപ്പോൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ അടങ്ങിയിരിക്കുന്ന എന്തൊക്കെയാണ്? ഗ്യാസസ് ഉണ്ട്, മോയിസ്ചർ ഉണ്ട്, അതുപോലെ എന്താണ്? ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പോൾ വാതകങ്ങൾ, ജലാംശം, പൊടിപടലങ്ങൾ ഇതെല്ലാം അടങ്ങിയിരിക്കുന്നതാണ് നമ്മുടെ അന്തരീക്ഷം. അപ്പൊ അന്തരീക്ഷം എന്താണ്? ഒരു ബ്ലാങ്കറ്റ് ആണ് അല്ലെ. നമ്മുടെ എർത്തിന് ഒരു ബ്ലാങ്കറ്റ് പോലെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്നതാണ് നമ്മുടെ അന്തരീക്ഷം. ഓക്കെ, it is the gravitational attraction of the earth that holds the atmosphere close to the earth. അപ്പൊ എന്താണ്? ഇവയെ ഭൂമിയോട് ചേർത്ത് നിർത്തുന്നത് എന്താണ്? ഭൂഗുരുത്വമാണ് അല്ലെ. ഭൂഗുരുത്വമാണ് ഈ വാതകങ്ങളെയും ജലാംശത്തിനെയും പൊടിപടലത്തെയൊക്കെ നമ്മുടെ അന്തരീക്ഷത്തിലുള്ള ഇതിനെല്ലാം ഭൂമിയോട്, ഈ അന്തരീക്ഷത്തെ ഭൂമിയോട് ചേർത്ത് നിർത്തുന്നത് എന്താണ്? ഭൂഗുരുത്വമാണ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സസ് ആണ്. ഓക്കെ, അപ്പൊ ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ ആണ് എന്ത് ചെയ്യുന്നത്? ഭൂഗുരുത്വം അല്ലെ. ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഭൂഗുരുത്വമാണ് ഇവയെ ഭൂമിയോട് ചേർത്ത് നിർത്തുന്നത്. ഓക്കെ, അപ്പോ നമ്മളിവിടെ CC+ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് വമ്പിച്ച് ഓഫറുമായിട്ടാണ് ഈ ഓണത്തിന് വന്നിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ ക്ലാസ്സസിനാണ് ഓഫർ ഉള്ളത്? ഇൻഡിവിജ്വൽ ട്യൂഷൻ ഉണ്ട്, അതുപോലെ ലാംഗ്വേജ് ലേണിംഗ് കോഴ്സസ്. മലയാളം വായിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ലാംഗ്വേജ് ലേണിംഗ് കുറേ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കുറേ കുട്ടികളുണ്ട് അല്ലേ നമ്മുടെ കൂട്ടത്തിൽ. അപ്പൊ അവർക്ക് ആ കളരി പോലുള്ള ആ ഒരു കോഴ്സസിന് ഓഫർ ഉണ്ട്. പിന്നെ നവോദയ എൻട്രൻസ് കോച്ചിങ്. അപ്പൊ നവോദയ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന 6ാം ക്ലാസ് 9ാം ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള എന്താണ്? നവോദയ എൻട്രൻസ് കോച്ചിങ്. ഏതാണ്? 6th and 9th സ്റ്റാൻഡേർഡിൽ. അതുപോലെ തന്നെ സിവിൽ സർവീസ് ഫൗണ്ടേഷൻ കോഴ്സ്. അപ്പൊ സിവിൽ സർവീസിനൊക്കെ നമുക്ക് വലിയ ആഗ്രഹങ്ങൾ ഉണ്ടാവും അല്ലെ. സിവിൽ സർവീസ് ഭാവിയിൽ IAS IPS ആകുന്നൊക്കെ. അപ്പൊ അതിനു വേണ്ടി നമുക്ക് എന്താണ്? ഇപ്പോഴേ തന്നെ ഒരു ഫൗണ്ടേഷൻ വേണം അല്ലെ. നമുക്ക് എല്ലാത്തിനും ഒരു ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമ്മുടെ ആ ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ ഇതിനെല്ലാം വേണ്ടിയിട്ട് CC+ നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ട്. അപ്പൊ ഈ ഒരു ഓണത്തിന് ഈ 14ാം തീയതി വരെ വമ്പിച്ച ഓഫറുമായിട്ടാണ് CC+ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാം? നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ഏത് നമ്പറിൽ കോൺടാക്ട് ചെയ്യണം? 9496949929 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, നമുക്കിനി എന്താണ് നമ്മുടെ അന്തരീക്ഷത്തിൽ ബാക്കി കാര്യം നോക്കാം. ഓക്കെ, അപ്പോ അന്തരീക്ഷ വാതകങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു. അന്തരീക്ഷത്തിൽ വാതകങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലേ. അന്തരീക്ഷത്തിൽ ഏതൊക്കെയാണ് ഉള്ള വാതകങ്ങൾ? ഏതൊക്കെയാണ്? ഒരു ചിത്രം നൽകിയിട്ടുണ്ട് അല്ലെ. നമ്മുടെ സ്കൂൾ ടെസ്റ്റിൽ ഒരു ചിത്രം നൽകിയിട്ടുണ്ട്. അത് നോക്ക്. നൈട്രജൻ ഉണ്ട്, ഓക്സിജൻ, പിന്നെ മറ്റു വാതകങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നോക്ക്, ഇത് കാണുമ്പോൾ, ഈ ചിത്രം കാണുമ്പോൾ തന്നെ നമുക്ക് എന്ത് മനസ്സിലാകും? നമുക്ക് ഏറ്റവും കൂടുതൽ അന്തരീക്ഷത്തിലുള്ളത് എന്താണെന്ന് മനസ്സിലാകും. നോക്ക്, ഇത്രയും പെർസെന്റേജ് എന്താണുള്ളത്? നൈട്രജൻ ആണ് അല്ലെ. ഇത്രയും പെർസെന്റേജ് നൈട്രജൻ ആണ്. അപ്പൊ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ്? നൈട്രജൻ ആണ്. എത്ര പെർസെന്റേജ് ആണ് നൈട്രജൻ ഉള്ളത്? നോക്ക്, 78 ആണ് അല്ലെ. 78.08% നമ്മുടെ അന്തരീക്ഷത്തിൽ എന്താണുള്ളത്? നൈട്രജൻ ആണ്. പിന്നെ നോക്കിയേ, 2ാം സ്ഥാനം എന്താണ് അന്തരീക്ഷത്തില്? ഇത്രയും ഉണ്ട് അല്ലെ. ഇത് ഏതാണ്? നമ്മുടെ ഓക്സിജൻ ആണ്. നമ്മൾ ശ്വസിക്കുന്ന നമ്മുടെ ഓക്സിജൻ ആണ്. അത് എത്ര പെർസെന്റേജ് ഉണ്ട്? 20.95% നമ്മുടെ അന്തരീക്ഷത്തിൽ എന്തുണ്ട്? ഓക്സിജൻ ഉണ്ട് അല്ലെ. ബാക്കി നോക്ക്, ബാക്കിയാണ് മറ്റ് വാതകങ്ങൾ. നോക്ക്, ഇത്രയും വളരെ കുറവാണ് അല്ലെ മറ്റു വാതകങ്ങൾ. ഈ നൈട്രജനും ഓക്സിജനും കഴിഞ്ഞ് ബാക്കിയുള്ള വാതകങ്ങൾ എത്രയാണ്? വളരെ കുറച്ച് പെർസെന്റേജ്. നോക്കി, ഈ ഒരു കളർ നിങ്ങൾ കാണുന്നുണ്ടോ? ഇതാണ് ബാക്കിയുള്ള വാതകങ്ങൾ അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന. അപ്പൊ നമുക്ക് നോക്കാം, അന്തരീക്ഷത്തില് നൈട്രജൻ എത്ര പെർസെന്റേജ് ആണ്?
78.08% അന്തരീക്ഷത്തിൽ എന്തടങ്ങിയിരിക്കുന്നു? നൈട്രജൻ. അപ്പൊ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന അത് ഏതാന്ന് ചോദിച്ചാൽ, വാതകത ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? നൈട്രജൻ ആണ്. 78.08% അന്തരീക്ഷത്തിൽ എന്തുണ്ട്? നൈട്രജൻ ഉണ്ട് അല്ലെ. രണ്ടാമത് എന്താണ്? ഓക്സിജൻ ആണ്. ഓക്സിജൻ എത്ര പെർസെന്റേജ് ആണ്? ഓക്സിജൻ 20.95% എന്താണ്? അന്തരീക്ഷത്തില് ഓക്സിജൻ ഉണ്ട് അല്ലെ. പിന്നെയാണ് ആർഗൺ. മൂന്നാം സ്ഥാനം ഏതാണ്? ആർഗൺ ആണ് അല്ലെ. ആർഗൺ എത്രയാണ്? 0.93% അന്തരീക്ഷത്തില് ആർഗൺ ഉണ്ട്. പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അല്ലെ. അടുത്തത് നാലാം സ്ഥാനം എന്താണ്? അന്തരീക്ഷത്തില് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. 0.037 അന്തരീക്ഷത്തിൽ എന്തുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. പിന്നെ ഉള്ളത് ഏതാണ്? നമ്മുടെ ഓസോൺ ആണ് അല്ലെ. ഓസോൺ എത്ര പെർസെന്റേജ് ആവുള്ളേ? 0.01% അന്തരീക്ഷത്തിൽ എന്തുണ്ട്? ഓസോൺ ഉണ്ട്. പിന്നെ എന്താണ്? നിയോൺ ആണ് അല്ലെ. നിയോൺ എത്ര ശതമാനമാണ് അന്തരീക്ഷത്തിലുള്ളത്? 0.002 അല്ലെ. ഏതാണ്? നമ്മുടെ നിയോൺ ആണ് അന്തരീക്ഷത്തിലുള്ളത്. പിന്നെ ഹീലിയം ആണ് അല്ലെ. ഹീലിയം എത്ര ശതമാനമാണ് അന്തരീക്ഷത്തിൽ ഹീലിയം അടങ്ങിയിരിക്കുന്നത്? 0.0005. 0.0005 അത്രയും പെർസെന്റേജ് ആണ് നമുക്ക് അന്തരീക്ഷത്തിൽ എന്തുള്ളത്? നമ്മുടെ ഹീലിയം ഉള്ളത് അല്ലെ. പിന്നെന്താണ്? ക്രിപ്റ്റൺ ആണ്. ക്രിപ്റ്റൺ എത്ര പെർസെന്റേജ് ആണുള്ളത്? ക്രിപ്റ്റണും 0.0001% ആണ് ക്രിപ്റ്റൺ അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്നത്. പിന്നെന്താണ്? ഹൈഡ്രജൻ ആണ് അല്ലെ. ഹൈഡ്രജൻ എത്ര പെർസെന്റേജ് ആണ് അന്തരീക്ഷത്തിലുള്ളത്? 0.00005 ആണ് അന്തരീക്ഷത്തിൽ എന്തുള്ളത്? ഹൈഡ്രജൻ ഉള്ളത്. പിന്നെന്താണ്? സെനോൺ ആണ് അല്ലെ. സെനോൺ എത്ര പെർസെന്റേജ് ആണ് അന്തരീക്ഷത്തിലുള്ളത്? 0.00009% ആണ് അന്തരീക്ഷത്തിൽ എന്തുള്ളത്? സെനോൺ ഉള്ളത് അല്ലെ. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ അന്തരീക്ഷത്തിലുള്ള വാതകങ്ങൾ. അപ്പോ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ്? നൈട്രജൻ ആണ്. 78.08% ആണ് അന്തരീക്ഷത്തിൽ നൈട്രജൻ ഉള്ളത്. രണ്ടാം സ്ഥാനം നമ്മുടെ ഓക്സിജൻ ആണ്. ഓക്സിജൻ എത്രയാണ്? 20.95% അന്തരീക്ഷത്തിൽ എന്തുള്ളത്? ഓക്സിജൻ ഉള്ളത്. ബാക്കി എല്ലാം ഏതാണ്? ആർഗണും, കാർബൺ ഡൈ ഓക്സൈഡ്, ഓസോണും, നിയോണും, ഹീലിയോ, ക്രിപ്റ്റോണും, ഹൈഡ്രജനും, സെനോണും എല്ലാം കൂടി എന്താണ്? വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ അല്ലെ. അതാണ് ഇത്രയും പെർസെന്റേജ് ഉണ്ടോ. വളരെ കുറഞ്ഞ പെർസെന്റേജ് ആണ് ബാക്കി വാതകങ്ങൾ ഉള്ളത്. ഓക്കെ, അപ്പൊ ഇത് ഇത്രയും ക്ലിയർ ആയല്ലോ എല്ലാവർക്കും. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയ വേറൊരു കാര്യം കൂടി എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ടീച്ചേഴ്സ് പഠിപ്പിച്ചു പോകുന്നു. അപ്പൊ നമുക്ക് ചില കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടില്ല. ചിലർക്ക് ചോദിക്കാൻ മടിയായിരിക്കും, റിപ്പീറ്റ് ആയിട്ട് ചോദിക്കാനൊക്കെ ചില കുട്ടികൾക്ക് മടിയായിരിക്കും. അപ്പൊ ഒരു ട്യൂഷൻ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് നല്ല രീതിയിൽ പഠിച്ച് ക്ലിയർ ആയിട്ട് പഠിച്ച് മുന്നേറാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ നമ്മൾ CC+ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ട്യൂഷൻ LKG മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടി CC+ ഇവിടെ ട്യൂഷൻ, ഓൺലൈൻ ട്യൂഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇൻഡിവിജ്വൽ ട്യൂഷൻ ആണെങ്കിൽ അങ്ങനെയും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യാം? നമ്മുടെ ഈ CC+ ആ ഒരു ട്യൂഷൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് നല്ല രീതിയിൽ ഡൗട്ട് ഒക്കെ ക്ലിയർ ചെയ്ത് സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലുള്ള ക്ലാസ്സുകളിലൂടെ എന്ത് ചെയ്യാം? പഠിച്ച് മുന്നേറുക. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി നമ്മളിവിടെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ട്യൂഷൻ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ട്യൂഷനിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? 9496949929 9496949929 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓൾറെഡി നിങ്ങൾ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ ക്ലാസ്സസ് എന്ത് ചെയ്യാം? നിങ്ങൾ ചൂസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്കിനി ബാക്കി അന്തരീക്ഷത്തെ കുറിച്ച് നോക്കാം. അടുത്തത് അന്തരീക്ഷത്തിലെ ജലാംശം വാട്ടർ ഇൻ ദ അറ്റ്മോസ്ഫിയർ. ഭൂമിയോട് ചേർന്ന അന്തരീക്ഷ ഭാഗങ്ങളിൽ വളരെ ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുള്ള ഒരു ഘടകമാണ് ജലതന്മാത്രകൾ. അപ്പൊ ജലതന്മാത്രകൾ എന്താണ്? അന്തരീക്ഷത്തിലുണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ജലതന്മാത്രകൾ എന്താ പറയുന്നത്? ഭൂമിയോട് ചേർന്ന അന്തരീക്ഷ ഭാഗങ്ങളിൽ വളരെ ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുള്ള ഒരു ഘടകമാണ് നമ്മുടെ ജലതന്മാത്ര. അപ്പൊ ജലതന്മാത്ര എന്ന് പറയുമ്പോൾ എന്താണ്? വാട്ടർ മോളിക്യൂൾസ് ആണ് അല്ലെ. വാട്ടർ മോളിക്യൂൾസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജലതന്മാത്രകൾ എന്ന് പറയുന്നത്. അപ്പൊ ഭൂമിയോട് ചേർന്നിട്ടുള്ള അന്തരീക്ഷ ഭാഗങ്ങളിൽ വളരെ ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുള്ള ഒരു ഘടകമാണ് എന്ത് പറയുന്നത്? ഈ വാട്ടർ മോളിക്യൂൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ബാഷ്പീകരണ പ്രക്രിയയിലൂടെ ജലം നീരാവിയായി അന്തരീക്ഷത്തിൽ എത്തിച്ചേരുന്നുവെന്നും അത് മേഘങ്ങളുടെ രൂപീകരണത്തിന് മഴയ്ക്കും കാരണമാവുമെന്നും നമുക്കറിയാം അല്ലെ. അപ്പൊ എങ്ങനെയാണ് അന്തരീക്ഷത്തിൽ നമ്മുടെ ഈ ജലം ഒക്കെ എത്തുന്നത്? എങ്ങനെയാണ്?
നമ്മുടെ ബാഷ്പീകരണം അല്ലെ, ബാഷ്പീകരണ പ്രക്രിയയിലൂടെ ജലം എന്താവുന്നു? ജലം നീരാവിയായിട്ട് അന്തരീക്ഷത്തിൽ എത്തിച്ചേരുന്നു. പിന്നെ അത് എന്തിന് കാരണമാവുന്നു? മേഘങ്ങളുടെ രൂപീകരണത്തിനും പിന്നെ എന്തിന് കാരണമാവുന്നു? മഴയ്ക്കും കാരണമാകുന്നു. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ബാഷ്പീകരണ പ്രക്രിയയിലൂടെ ജലം നീരാവിയായിട്ട് അന്തരീക്ഷത്തിൽ എത്തിച്ചേരുന്നു? അത് പിന്നെ എന്തിന് കാരണമാവുന്നു? മേഘങ്ങളുടെ രൂപീകരണത്തിനും പിന്നെ നമ്മുടെ മഴയ്ക്കും കാരണമാവുന്നു. അന്തരീക്ഷത്തിലെ ജലാംശത്തിന്റെ അളവ് എല്ലായിടത്തും എങ്ങനെയാണ്? ഒരുപോലെയാണോ? ഒരുപോലെ അല്ല അല്ലെ. അപ്പൊ അന്തരീക്ഷത്തിലെ ജലാംശത്തിന്റെ അളവ് എല്ലായിടത്തും എങ്ങനെയാണ്? ഒരുപോലെ അല്ല. അന്തരീക്ഷത്തിലെ ജലാംശത്തിന്റെ അളവിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. അന്തരീക്ഷത്തിലെ ജലാംശത്തിന്റെ അളവ് എല്ലായിടത്തും ഒരുപോലെയല്ല അല്ലെ. ഇതിന് ഈ അന്തരീക്ഷത്തിലെ ജലാംശത്തിനെ സ്വാധീനിക്കുന്ന കുറച്ച് ഘടകങ്ങളുണ്ട്. ഏതൊക്കെയാണ് ആ ഘടകങ്ങൾ? ഏതൊക്കെയാണ്? ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളിൽ ബാഷ്പീകരണ തോത് കൂടുതലായിരിക്കും. അപ്പൊ നമുക്കറിയാം അല്ലെ, ഉയർന്ന താപനിലയുള്ള സ്ഥലങ്ങളിൽ ബാഷ്പീകരണ തോത് എങ്ങനെയായിരിക്കും? ബാഷ്പീകരണ തോത് കൂടുതലായിരിക്കും. ഇവിടങ്ങളിലെ അന്തരീക്ഷത്തിൽ ജലാംശം കൂടുതൽ കാണുന്നു. അപ്പൊ അന്തരീക്ഷത്തിലെ ഓരോ സ്ഥലത്ത് എന്താണ്? ജലാംശത്തിന്റെ അളവ് ഒരുപോലെ അല്ല എന്ന് നമുക്കറിയാം. എവിടേക്കാണ് അന്തരീക്ഷത്തിലെ ജലാംശത്തിന്റെ അളവ് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്? ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളിൽ ബാഷ്പീകരണ തോത് എങ്ങനെയായിരിക്കും? ബാഷ്പീകരണ തോത് കൂടുതലായിരിക്കും. ഇവിടങ്ങളിലെ അന്തരീക്ഷത്തിൽ ജലാംശം കൂടുതൽ കാണുന്നു. ഇവിടങ്ങളിലെ അന്തരീക്ഷത്തിൽ ജലാംശം എങ്ങനെയാണ്? ജലാംശം കൂടുതൽ കാണുന്നു. അതുപോലെ തന്നെ ഉപരിതല ജലസ്രോതസ്സുകളായ ഏതൊക്കെയാണ്? ഉപരിതല ജലസ്രോതസ്സുകൾ ഏതൊക്കെയാണ്? സമുദ്രങ്ങളുണ്ട് അല്ലെ. സമുദ്രങ്ങൾ, നദികൾ, മറ്റ് ജലാശയങ്ങൾ എന്നിവയുടെ അടുത്തുള്ള അന്തരീക്ഷ ഭാഗങ്ങളിൽ ജലാംശം എങ്ങനെയാണ്? കൂടുതലായിരിക്കും. അപ്പൊ റേറ്റ് ഓഫ് എവാപറേഷൻ വിൽ ബി ഹൈ അറ്റ് പ്ലേസസ് എക്സ്പീരിയൻസിങ് ഹയർ ടെമ്പറേച്ചർ. സോ ദ വാട്ടർ കണ്ടന്റ് സച്ച് പ്ലേസസ് വിൽ ബി എങ്ങനെയാണ്? വിൽ ബി ഹൈ. പിന്നെ the amount of water will be high in the atmosphere close to the surface water sources such as ഏതൊക്കെയാണ്? such as വരുന്ന ഏതൊക്കെയാണ്? ഓഷ്യൻസ് ഉണ്ട് അല്ലെ. ഓഷ്യൻസ് ഉണ്ട്, റിവേഴ്സ് ഉണ്ട്, ആൻഡ് അതർ വാട്ടർ ബോഡീസ്. ഓക്കെ, അപ്പൊ എന്താ നമ്മൾ പറഞ്ഞ? ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളിൽ ബാഷ്പീകരണ തോത് എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. ഇവിടങ്ങളിലെ അന്തരീക്ഷത്തിൽ ജലാംശം എങ്ങനെയാണ്? അന്തരീക്ഷത്തിൽ ജലാംശം കൂടുതൽ കാണുന്നു അല്ലെ. അതുപോലെ ഉപരിതല ജലസ്രോതസ്സുകളായ ഏതൊക്കെയാണ്? സമുദ്രങ്ങൾ, നദികൾ, മറ്റ് ജലാശയങ്ങൾ എന്നിവയോട് അടുത്തുള്ള അന്തരീക്ഷത്തിൽ എങ്ങനെയാണ്? അന്തരീക്ഷ ഭാഗങ്ങളിൽ ജലാംശം എങ്ങനെയാണ്? ജലാംശം കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോ നമ്മൾ ചെറിയൊരു കാര്യമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ പഠിച്ച കുറച്ച് കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. നമുക്കറിയാം ജോഗ്രഫി ഒക്കെ കുറച്ച് പാടാണ് അല്ലെ. ചില കുട്ടികൾക്ക് ഹിസ്റ്ററി സിമ്പിൾ ആയിരിക്കും, ജോഗ്രഫി കുറച്ച് പാടായിരിക്കും. അപ്പൊ നല്ല രീതിയിൽ തന്നെ ക്ലാസ് പഠിച്ചു പോയെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നല്ല മാർക്ക് വാങ്ങിച്ച് നമ്മുടെ എക്സാം സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഞാൻ ഒന്നുകൂടി പറയുവാണ്, നമ്മളിവിടെ CC+ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി LKG മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഓൺലൈൻ ട്യൂഷൻ ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ ഈ കോഴ്സിൽ, നമ്മുടെ ഈ ട്യൂഷൻ ക്ലാസ്സിൽ എല്ലാവരും എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പൊ വീണ്ടും വേറൊരു ക്ലാസ്സുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.